ഭദ്രകാളിയോട് കളിക്കരുത്, കാളി പഠിപ്പിക്കും. പറയുന്നതാരാണെന്നും കൂടി അറിയുമ്പോഴാണ് നമ്മുടെ കിളി പോകുന്നത്. പറഞ്ഞത് മറ്റാരുമല്ല, കഴക്കൂട്ടത്തെ ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായ സാരഥി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. പറഞ്ഞത് ഈ ഭദ്രകാളിയോട് കളിക്കരുത്, ഭദ്രകാളി കളി പഠിപ്പിക്കും എന്ന് പറഞ്ഞ് വിരട്ടിയത് ജനൻ ടി വിയുടെ റിപ്പോർട്ടറെയും ക്യാമറാമാനെയുമാണ്. സംഭവം കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരു ക്ഷേത്രത്തിൽ മേൽശാന്തി ആത്മഹത്യ ചെയ്തു. അതിന് കാരണം കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു. അത് റിപ്പോർട്ട് ചെയ്തത് ജനൻ ടി വിയാണ് ഏറ്റവും ആദ്യം. അതിനെ തുടർന്ന് മറ്റു പല ചാനലുകളും സോഷ്യൽ മീഡിയയും ഒക്കെ അത് ഏറ്റെടുത്തു. വലിയ തിരിച്ചടിയായി മാറിയപ്പോഴാണ് കടകംപള്ളി പത്രസമ്മേളനം വിളിച്ച് പൊട്ടിത്തെറിച്ചത്. താൻ ഒരു ഭദ്രകാളി ഭക്തനാണെന്നും ഭദ്രകാളിയോട് കളിച്ചാൽ ഭദ്രകാളി കളി പഠിപ്പിക്കുമെന്നുമായിരുന്നു കടകംപള്ളിയുടെ വിരട്ടൽ. വിഷ്ണു എന്നു പേരായ ഒരു മേൽശാന്തിയാണ് ആത്മഹത്യ ചെയ്തത്. ഈ വിഷ്ണു പോറ്റിയെ കടകംപള്ളിയും അദ്ദേഹം മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിരുന്ന ക്ഷേത്രത്തിലെ ഭാരവാഹികളും ചേർന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മാപ്പ് പറയിച്ചെന്നും ഒക്കെയാണ് കേൾക്കുന്ന കഥ. അതായത് കടകംപള്ളി അവിടെ വോട്ട് ചോദിക്കുന്നതിൻ്റെ ഭാഗമായി ആ ക്ഷേത്രത്തിലെത്തി, ക്ഷേത്രത്തിനുള്ളിൽ കയറി അവിടെ ദർശനം നടത്തിക്കൊണ്ടിരുന്ന ഭക്തരെയെല്ലാം കണ്ടു. ക്ഷേത്രത്തിലേക്ക് ഒരാൾ കടന്നു വന്നപ്പോൾ, പ്രത്യേകിച്ചും സ്ഥാനാർത്ഥിയായിരിക്കുന്ന ആളാണല്ലോ, മേൽശാന്തി എന്ത് ചെയ്തു? കുറച്ച് തീർത്ഥം സേവിക്കാൻ കൊടുത്തു, പ്രസാദം കൊടുത്തു. ഈ തീർത്ഥം വാങ്ങിച്ച കടകംപള്ളി അത് നിലത്തൊഴിച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ വാസ്തവം എന്താണ് എന്ന് നമുക്ക് ഈ കിട്ടുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ. എന്തായാലും ഈ കടകംപള്ളി ഇങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് വാർത്തകളിൽ പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഈ വിഷ്ണു അത് തെറ്റാണെന്നും അങ്ങനെ ചെയ്യരുതെന്നും അവിടെ സൂചിപ്പിച്ച് സംസാരിച്ചു. ഇതിൽ രോഷാകുലരായ ഭാരവാഹികളടക്കമുള്ളവർ വിഷ്ണുവിനെ വലിയ രീതിയിൽ തേജോവധം ചെയ്യുകയും വിഷ്ണുവിനെ കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്തു അത്രേ. അങ്ങനെ ആകെ അപമാനിതനായ വിഷ്ണു ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്തായാലും വിഷ്ണുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഒരാളിൻ്റെ മരണത്തെ വാർത്തയാക്കി ആഘോഷമാക്കി മുതലെടുക്കാൻ ഭാരത് ലൈവിന് ഉദ്ദേശമില്ല. അത്ര മനുഷ്യത്വഹീനമായ പ്രവൃത്തി ഭാരത് ലൈവ് ചെയ്യില്ല. ഈ മാംസം കാത്തിരിക്കുന്ന കഴുകന്മാരുടെ സ്വഭാവമല്ല മാധ്യമപ്രവർത്തകർക്ക് വേണ്ടത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട്. ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ ഈ പത്രസമ്മേളനം നടത്തി ഇത്രയൊക്കെ പൊട്ടിത്തെറിക്കാൻ എന്താണ് കാരണം? ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള അവകാശം സത്യത്തിൽ കടകംപള്ളിക്കുണ്ടോ? അതിനുള്ള അർഹതയുണ്ടോ? കാരണം അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് നിറപറ സമർപ്പിച്ചു. അന്ന് ആ നിറപറ സമർപ്പിക്കുന്ന മേൽമുണ്ടൊക്കെ ചുറ്റി ആചാരപൂർവം വളരെ ഭക്തിപുരസരം നിറപറ സമർപ്പിക്കുന്ന ദേവസ്വം മന്ത്രിയെ കണ്ട് ഹിന്ദുക്കളെല്ലാവരും ഉൾപ്പുളകിതരായി. കാരണം ഒരു ഭക്തനായ ദേവസ്വം മന്ത്രിയെ ആണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ക്ഷേത്രങ്ങൾക്ക് വേണ്ടി, ദേവസ്വം ബോർഡുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യും എന്ന് പാവങ്ങൾ ധരിച്ചു. പക്ഷേ അതാ വരുന്നു പാർട്ടിയിൽ നിന്ന് വിലക്ക്, ശാസന, പരസ്യ ശാസന. ഒടുവിൽ കടകംപള്ളി മാപ്പ് പറഞ്ഞ് തടിയൂരി. കാരണം പരസ്യമായി ഈ വിശ്വാസ പ്രവൃത്തി, ഈ നിറപറ സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പ ഭക്തി കടകംപള്ളി പ്രകടിപ്പിച്ചത് എന്തിനാണ്? നിങ്ങൾക്കറിയില്ലേ? കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസികളല്ല, ദൈവത്തെ നിഷേധിക്കുന്നവരാണ്, ദൈവത്തെ നിരാകരിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ എന്നായിരുന്നു പരസ്യ ശാസന. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഗുരുവായൂരമ്പലത്തിൽ ചെന്നിട്ട് ശ്രീകോവിലിന് പുറത്തു നിന്ന്, നാലമ്പലത്തിന് പുറത്തു നിന്ന് കൈ ചൂണ്ടി, അതാ നിങ്ങളുടെ ഈ കൃഷ്ണൻ അവിടെയാണോ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ കൈ ചൂണ്ടി ചോദിച്ചത് നമ്മളെല്ലാവരും ടി വിയിൽ കൂടെ കണ്ടതാണ്. അങ്ങനെ സ്ഥാനത്തും അസ്ഥാനത്തും ദൈവവിശ്വാസികളെ, പ്രത്യേകിച്ചും ഹിന്ദു വിശ്വാസികളെ, മറ്റു വിശ്വാസികളെക്കുറിച്ചൊന്നും പറയില്ല കേട്ടോ, അവരെ ഒന്നും സ്പർശിക്കില്ല. കാരണം അതൊക്കെ സംഘടിത വോട്ട് ബാങ്കാണ്. അതേസമയം ഹിന്ദുക്കൾ അങ്ങനെയല്ല, അതൊരു അസംഘടിത വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ആ അസംഘടിത വോട്ടിനെ ആര് വില വയ്ക്കുന്നു? എന്തും പറയാം, അവരുടെ തോളത്ത് കയറാം, അവരുടെ ചെവി കടിക്കാം, അവരെ തേച്ചൊട്ടിക്കാം, അവരുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പാം.
ആർക്കും ഒരു പരാതിയുമില്ല, ഒരു വിഷമവുമില്ല. അതുകൊണ്ട് ഹൈന്ദവ ആചാരങ്ങളെ എവിടെയും ചോദ്യം ചെയ്യാം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കടകംപള്ളിക്ക് മാപ്പ് പറയേണ്ടി വന്നത്. അങ്ങനെ കടകംപള്ളി മാപ്പ് പറഞ്ഞ് ഒരു നിറപറ സമർപ്പിച്ചു പോയി എന്ന തെറ്റേ ഞാൻ ചെയ്തുള്ളൂ. മാപ്പ് പറഞ്ഞ് കടകംപള്ളി തടിയൂരി. മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതേ കടകംപള്ളി സുരേന്ദ്രനാണ് ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് അറിയിച്ചത്. അവിടെ യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും നിലപാട് എന്ന് ചാനലുകൾക്ക് മുന്നിൽ, മൈക്കുകൾക്ക് മുന്നിൽ ഘോരഘോരം വായ്ത്താരിയിട്ട ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ. ആ കടകംപള്ളി സുരേന്ദ്രൻ പിന്നെ എന്തിനാണ് ഒരു വിശ്വാസി ചമഞ്ഞ് അമ്പലത്തിൽ കയറുന്നത്? ഇതുപോലെ ഒരു പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് താൻ ഭദ്രകാളി ഭക്തനാണെന്നും ഭദ്രകാളി പാഠം പഠിപ്പിക്കുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് 96 മുതൽ 2001 വരെ കടകംപള്ളി അവിടെ MLA ആയിരുന്നു. അന്ന് ഒരു വ്യാജ മദ്യ ദുരന്ത കേസിൽ പ്രതിയായ ഒരാളിൻ്റെ പറ്റുപടി ബുക്കിൽ കടകംപള്ളിയുടെ പേരുണ്ടായിരുന്നു എന്നുള്ളത് പുറത്തു വന്ന് വലിയ വിവാദമായ വാർത്തയാണ്. പക്ഷേ കടകംപള്ളിയുടെ കൈവശം പാർട്ടിയുടെ രസീത് കുറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. പാർട്ടിയിലേക്ക് ഫണ്ട് വാങ്ങിയതാണ്, പാർട്ടിയിലേക്ക് പിരിവ് നടത്തിയതാണ് എന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്താനും പിടിച്ചു നിൽക്കാനും കടകംപള്ളിക്ക് അന്ന് കഴിഞ്ഞു. 2016 മുതൽ കഴക്കൂട്ടത്തിൻ്റെ ജനപ്രതിനിധിയായ കടകംപള്ളി കാണാതെ പോയ ഒരുപാട് വസ്തുതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കഴക്കൂട്ടം മണ്ഡലത്തെ ഗ്രസിച്ചിരിക്കുന്ന കുടിവെള്ളക്ഷാമം. കഴിഞ്ഞ 10 കൊല്ലമായിട്ടും അതിന് പരിഹാരമുണ്ടാക്കാൻ കടകംപള്ളി സുരേന്ദ്രനോ അദ്ദേഹത്തിൻ്റെ സർക്കാരിനോ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതിരൂക്ഷമായ ഗതാഗത കുരുക്ക്. കഴക്കൂട്ടം മണ്ഡലത്തിനെ ബാധിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഈ രൂക്ഷമായ ഗതാഗത കുരുക്കും അതുപോലെ തകർന്ന റോഡുകളും. കഴക്കൂട്ടം മണ്ഡലത്തിലെ ജനങ്ങൾക്ക്, യുവജനങ്ങൾക്ക് പ്രത്യേകിച്ചും തൊഴിൽ ക്ഷാമം രൂക്ഷമാണ്. ടെക്നോ പാർക്ക് പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ കഴക്കൂട്ടത്ത് ഉണ്ടായിട്ട് പോലും തദ്ദേശീയരായ ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കുന്നില്ല, തൊഴിൽ ലഭിക്കുന്നില്ല. എന്ത് പരിഹാരമാണ് കടകംപള്ളി 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയത്? ആദ്യത്തെ 5 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത 2021 മൃഗീയമായ ഭൂരിപക്ഷം നൽകിയാണ് കഴക്കൂട്ടത്തുകാർ കടകംപള്ളിയെ നിയമസഭയിലേക്ക് അയച്ചത്. പക്ഷേ ആ 5 കൊല്ലവും അദ്ദേഹം നിയമസഭയിൽ വെറുതെ ഇരിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും ഇതൊക്കെ ചെയ്ത ഈ തരത്തിൽ കഴക്കൂട്ടത്തുകാർക്ക് വേണ്ടി യാതൊന്നും പ്രവർത്തിക്കാത്ത ഒരു MLA ഇപ്പോൾ വന്നിട്ട് പറയുകയാണ്, ഞാൻ ഭദ്രകാളി ഉപാസകനാണ്, ഭദ്രകാളി ഭക്തനാണ്, ഭദ്രകാളിയെ തൊട്ട് കളിക്കരുത്, കളിച്ചാൽ ഭദ്രകാളി വെറുതെ വിടില്ല എന്നൊക്കെ. ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും കഴക്കൂട്ടത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ, വോട്ടർമാർ തീരുമാനിക്കട്ടെ. കഴക്കൂട്ടത്തിന് ഇനി കഴക്കൂട്ടത്തുകാർക്ക് വേണ്ടി ജീവിക്കുന്ന, കഴക്കൂട്ടത്തുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MLA വേണമോ വേണ്ടയോ, അതോ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ എന്ന് കഴക്കൂട്ടത്തെ വോട്ടർമാർ തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഭദ്രകാളി അനാവശ്യമായി ഒരു കാര്യത്തിലും ഇടപെടും എന്നെനിക്ക് തോന്നുന്നില്ല. ഭദ്രകാളി ഭക്തന്മാരുടെ ഉപാസനാമൂർത്തിയാണ്, അതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ആ ഭദ്രകാളി നീതിയുക്തമായി ന്യായപൂർവം പ്രവർത്തിക്കുന്ന ഒരു ദേവത കൂടിയാണ് എന്ന് തിരിച്ചറിവ് എനിക്കുണ്ട്, കടകംപള്ളിക്കില്ലെങ്കിലും.